ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കുറഞ്ഞ പലിശയിൽ ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ കൈക്കലാക്കിയ സംഘത്തെ താനൂർ പോലീസ് പിടികൂടി. സംഘത്തിന്റെ വലയിൽ വീണത് നിരവധി പേർ. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന സംഘത്തെ അതിവിദഗ്ധമായി ബാംഗ്ലൂരിൽ വെച്ചാണ് താനൂർ പോലീസ് പിടികൂടിയത്. ബത്ലഹേം അസോസിയേറ്റ്സ് എന്ന വ്യാജ പേരിൽ കുറഞ്ഞ പലിശയിൽ ലോൺ നൽകാം എന്ന് പറഞ്ഞ ലക്ഷങ്ങൾ കൈക്കലാക്കിയ 4 അംഗ സംഘത്തെ താനൂർ ഡിവൈഎസ്പി MI ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി. കോട്ടയം വേലൂർ പാലമറ്റം ഹൗസിൽ മുത്തു സരുൺ, മലപ്പുറം പാണ്ടിക്കാട് കോളപ്പറമ്പ് പുത്തിലത്തുമാടം ഹൗസിൽ രാഹുൽ, പത്തനംതിട്ട റാന്നി കാഞ്ഞിരത്തിമലയിൽ ജിബിൻ, വിരുദ്ധനഗർ സ്വദേശി കാളിയമ്മൻ കോവിൽ സ്ട്രീറ്റിൽ വീരകുമാർ എന്നിവരെയാണ് പോലീസ് സംഘം പിടികൂടിയത്. IT പ്രൊഫഷണലുകളായ സംഘം മൊബൈൽ വഴി പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പരസ്യം കണ്ട് സംഘത്തെ ബന്ധപ്പെടുന്ന ഇടപാടുകാരെ ലോൺ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിക്കും. ഇടപാടുകാരിൽ വിശ്വാസമുണ്ടാക്കിയെടുത്ത ശേഷമാണ് ഇവരുടെ തട്ടിപ്പ് തുടങ്ങുന്നത്. ലോൺ ശരിയാക്കുന്നതിന് ആവശ്യമായ മുദ്രപത്രത്തിനും പണം ആവശ്യപ്പെടും. പണം ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് എത്തുന്നതോടെ ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യും. പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ കഴിയില്ല. വലിയ തുകയുടെ ലോൺ ശരിയാക്കുന്നതിന് ലക്ഷങ്ങളാണ് ഇവർ കൈക്കലാക്കുന്നത്. നിരവധി പേർ സംഘത്തിന്റെ വലയിലായതായി പോലീസ് പറഞ്ഞു. ആൾക്കാരുടെ എല്ലാം മൊബൈൽ ഫോൺ ബൾക്കായിട്ട് കളക്ട് ചെയ്ത് ഒന്നുകിൽ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കും. ലോൺ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക, ബിസിനസ് ആവശ്യത്തിന് ലോൺ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ലോൺ ഞങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കമ്മീഷൻ വ്യവസ്ഥയിൽ ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ പരസ്യം കൊടുക്കും. ഈ പരസ്യം കൊടുക്കുമ്പോൾ ബേത്ലഹേം അസോസിയേറ്റ്സ് എന്ന പേരിലാണ് ഇവർ ലോൺ അപേക്ഷ ക്ഷണിക്കുന്നത്. ലോണിൻ്റെ അപേക്ഷാ ഫീസായിട്ട് ആദ്യം ആപ്ലിക്കേഷൻ ഫോം പൈസ മേടിക്കും. അത് കഴിഞ്ഞിട്ട് മുദ്രപത്രത്തിന് പൈസ മേടിക്കും. പിന്നെ പ്രോസസ്സിംഗ് ഫീസ്, വേറെ പല വക്കീൽ ഫീസ്, കമ്പനിയുടെ വേറെ പലതരത്തിലുള്ള ഫീസുകളെന്ന് പറഞ്ഞിട്ട് നല്ലൊരു സംഖ്യ കക്ഷികളിൽ നിന്ന് ഈടാക്കും. ഫോണിൽ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യിപ്പിക്കും. ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സംഖ്യ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ കസ്റ്റമർ വിളിച്ചാൽ എടുക്കുകയില്ല, അതിലേക്ക് മറുപടിയും കിട്ടില്ല. കസ്റ്റമർ എവിടെയുള്ള ആളാണെന്ന് ഒരിക്കലും ഇവർക്ക് അറിയാൻ പറ്റില്ല. ഇവരെവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത് കസ്റ്റമർക്കും അറിയാൻ കഴിയില്ല. ഞങ്ങളുടെ ഈ കേസിൽ താനൂർ സ്വദേശിയായ പരാതിക്കാരൻ 8,61,500 രൂപ ഇവർക്ക് അയച്ചു കൊടുത്തു. അയാൾക്ക് 1.5 കോടി രൂപയുടെ ലോൺ ഏർപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഖ്യ ഇവർ ആവശ്യപ്പെട്ടത്. അതായത് 25,000 രൂപയുടെ 27 മുദ്രപത്രം വേണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മുദ്രപത്രം മേടിച്ച് കൊടുക്കാനായിട്ട് ഈ കസ്റ്റമറോട് ഇവർ തന്നെ ആവശ്യപ്പെട്ടു. അപ്പോൾ മുദ്രപത്രം അന്വേഷിച്ച് നടന്നിട്ട് അത് കിട്ടിയില്ല. അത് ഇവരോട് പറഞ്ഞപ്പോൾ അതിനുള്ള പണം നിങ്ങൾ തന്നാൽ ഞങ്ങൾ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അത് അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഖ്യ ഇവരുടെ നിന്ന് ഇവർ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന ഇവരിൽ നിന്ന് 16 ATM കാർഡുകൾ, 15 മൊബൈൽ ഫോണുകൾ, വിവിധ ബാങ്കുകളുടെ പാസ്ബുക്ക് എന്നിവയും കണ്ടെടുത്തു. വ്യാജരേഖകൾ സമർപ്പിച്ചാണ് പ്രതികൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന ജോഗർ എന്ന ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ പലതരത്തിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളികളാണ് വിളിക്കുന്നതെങ്കിൽ ഇതിൽ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാൾ മറുപടി പറയും. തമിഴ്നാട്ടുകാരെങ്കിലുമാണ് വിളിക്കുന്നതെങ്കിൽ വീരമണി മറുപടി പറയും. ഇവർ എവിടെ നിന്നാണ് വിളിക്കുന്നത്, എവിടെയാണ് അക്കൗണ്ട്, ഇവരെന്താണ് ബിസിനസ്, ഈ വിളിക്കുന്നവരാരും അന്വേഷിക്കാറില്ല. ഞങ്ങളിപ്പോൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 13-ാം തീയതിക്ക് ശേഷം മാത്രം 18 ലക്ഷത്തോളം രൂപ ഈ അക്കൗണ്ടിൽ കൂടെ അവർ പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കേസിൽ പെട്ടവർ 8.25 ലക്ഷം രൂപയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 1 കോടിക്ക് മേൽ വില വരുന്നതാണ് ജാഗ്വാർ കാർ. ആ കാറിലാണ് ഇവരുടെ സഞ്ചാരവും മറ്റു കാര്യങ്ങളൊക്കെ. വിരുദ്ധനഗറിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നാണ് അവരെ പിടിക്കുന്നത്. വിരുദ്ധനഗറിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് അവരെ പിടിക്കുന്നത്. യാത്ര ചെയ്യുന്നത് ഈ ജാഗ്വാർ കാറിലാണ്. ഈ കാറ് ഈ സരുൺ എന്ന ആളിൻ്റെ പേരിലുള്ളതാണ്. മധുരക്കാരൻ്റെ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാറാണത്. ആഡംബര ജീവിതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുത്തൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരുത്തനാണ് ഈ സരുൺ. MBA മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനാണ്. IT വീരകുമാർ IT മേഖലയിൽ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളതാണ്. പോലീസ് സംഘത്തിൽ താനൂർ SI ശ്രീജിത്ത്, രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിനീഷ്, പ്രകാശ്, രാജേഷ് എന്നിവരും മലപ്പുറം സൈബർ സെല്ലിലെ പോലീസുകാരും സംഘത്തിലുണ്ടായിരുന്നു.